നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിമാന ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ DGCA ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ റീഷെഡ്യൂൾ ചെയ്യുന്നതിനോ അധിക ചാർജുകൾ ഒഴിവാക്കാനാണ് നീക്കം. പുതിയ നിയമത്തിന്റെ കരട് തയ്യാറായതാണ്. വിവരം ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും DGCA വൃത്തങ്ങൾ വ്യക്തമാക്കി. വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് മാറ്റങ്ങൾ വരുത്താൻ DGCA ഒരുങ്ങുന്നത്. പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ റീഷെഡ്യൂൾ ചെയ്യുന്നതിനോ അധിക ചാർജുകൾ നൽകേണ്ടി വരില്ല. 21 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ വിമാന കമ്പനികൾ പൂർത്തിയാക്കണം എന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ടാകും. ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ശേഷം യാത്രാ തീയതികളിൽ മാറ്റം വരുത്തേണ്ട യാത്രക്കാർക്ക് ഇത് ആശ്വാസകരമാകും. എയർലൈനുകൾ യാത്രക്കാർക്ക് ലുക്കിൻ സൗകര്യം ഇതിനായി 48 മണിക്കൂർ നൽകണമെന്നാണ് DGCAയുടെ നിർദ്ദേശം. ബുക്ക് ചെയ്ത് 48 മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാർ ടിക്കറ്റിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധിക തുക നൽകേണ്ടി വരും. 24 ഡൽഹി. അടുത്ത വർഷത്തെ ഹജ്ജ് രജിസ്ട്രേഷൻ തുടങ്ങി. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നുസുക് പ്ലാറ്റ്ഫോം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വ്യാജ വെബ്സൈറ്റുകളെയും ഏജൻസികളെയും കരുതിയിരിക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മുസ്ലിം ന്യൂനപക്ഷ രാജ്യങ്ങൾക്കുള്ള ഹജ്ജ് രജിസ്ട്രേഷനാണ് ഒക്ടോബർ 7-ന് ആരംഭിച്ചത്. നുസുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി തീർത്ഥാടകർക്ക് ഇടനിലക്കാരില്ലാതെ ഹജ്ജിന് അപേക്ഷിക്കാമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇത് സുരക്ഷിതവും സുതാര്യവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമാണ് ഇപ്പോഴുള്ളത്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അനുയോജ്യമായ പാക്കേജ് തിരഞ്ഞെടുക്കാനും പണം അടയ്ക്കാനുമുള്ള സൗകര്യം പിന്നീട് നുസുക്കിൽ ലഭ്യമാകും. hajj.nusuke.si എന്ന വെബ്സൈറ്റിൽ പോയി ആദ്യം താമസിക്കുന്ന രാജ്യം തിരഞ്ഞെടുക്കണം. ഇമെയിൽ വിലാസം നൽകി നിബന്ധനകൾ അംഗീകരിച്ച് OTP നൽകി ഐഡിയും ഫോട്ടോയും അപ്ലോഡ് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒരു അക്കൗണ്ടിന് കീഴിൽ 7 കുടുംബാംഗങ്ങളെ വരെ ചേർക്കാൻ സാധിക്കും. തീർത്ഥാടകരുടെ സഹായത്തിന് ഗൈഡായി പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ ഫോമുകൾ പൂരിപ്പിച്ച് നുസുക്ക് വഴി തന്നെ അപേക്ഷ നൽകാം. ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ നുസുക്ക് വഴി മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്നും വ്യാജ വെബ്സൈറ്റുകളെയും ഹജ്ജ് പാക്കേജ് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ഓഫീസുകളെയും കരുതിയിരിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. രണ്ടാമത് ലോക സാമൂഹിക വികസന ഉച്ചകോടി ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഉദ്ഘാടനം ചെയ്തു. സുഡാനിലെ ആഭ്യന്തര കലാപം അവസാനിപ്പിക്കണമെന്നും ഐക്യവും പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്ന പരിഹാരത്തിലേക്കെത്തണമെന്നും ഖത്തർ അമീർ ആവശ്യപ്പെട്ടു. ആഗോള സാമൂഹ്യ സുരക്ഷയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ചർച്ച ചെയ്യുന്ന ലോക സാമൂഹ്യ സുരക്ഷാ ഉച്ചകോടിക്ക് ഇന്ന് രാവിലെയാണ് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായത്. UN-ന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഉച്ചകോടി വ്യാഴാഴ്ച സമാപിക്കും. 140 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും നയതന്ത്ര വിദഗ്ധരും വിവിധ UN ഏജൻസി പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ഖത്തർ അമീർ സുഡാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. 2 വർഷവും 6 മാസവും യുദ്ധത്തിന്റെ ഭീകരത അനുഭവിച്ചവരാണ് സുഡാൻ ജനതയെന്നും ഇത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും അമീർ പറഞ്ഞു. നീതി നടപ്പാക്കപ്പെടുകയും തങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ ജനങ്ങൾക്കുള്ള ന്യായമായ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നതുവരെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകാൻ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ശ്രമങ്ങൾ ഇരട്ടിയാക്കണമെന്നും അമീർ ആഹ്വാനം ചെയ്തു. ലോകസമ്പത്തിന്റെ പകുതിയോളം കൈവശം വെച്ചിരിക്കുന്നത് 1% വരുന്ന സമ്പന്നരാണെന്നും ഏകദേശം 700 ദശലക്ഷം ജനങ്ങൾ ഇപ്പോഴും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി. ഏകദേശം 4 ബില്യൺ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സുരക്ഷ ലഭിക്കാത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാന്യമായ ജോലി, സാമൂഹ്യ സുരക്ഷ, ലിംഗസമത്വം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി നിരവധി മേഖലകളിലെ വിഷയങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിബദ്ധത ഉറപ്പാക്കാൻ ലക്ഷ്യമാക്കിയാണ് രണ്ടാമത് സാമൂഹ്യ സുരക്ഷാ ഉച്ചകോടി ദോഹയിൽ നടക്കുന്നത്. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിൽ സർക്കാർ നൽകി വരുന്ന പൊതുസേവനങ്ങളിൽ ജനങ്ങൾക്കുള്ള സംതൃപ്തി 58% നിന്ന് 86% ഉയർന്നതായി റിപ്പോർട്ടുകൾ. സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാർ പൊതുജനങ്ങൾക്ക് നൽകി വരുന്ന വിവിധ സേവനങ്ങളിലെ കാര്യക്ഷമതയും പ്രവർത്തന മികവും വിശദീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ അബ്ദുൽ അസീസ് ബിൻ നാസർ ബിൻ മുബാറക് അൽ ഖലീഫ ഇക്കാര്യം സൂചിപ്പിച്ചത്. ഖത്തറിൽ നടക്കുന്ന 2ാം ലോക സാമൂഹിക വികസന ഉച്ചകോടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ദോഹ സൊല്യൂഷൻസ് പ്ലാറ്റ്ഫോം ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിൽ സാമൂഹിക സംഭാഷണവും പങ്കാളിത്ത ഭരണവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ നടന്ന പാനലിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വരും കാലയളവിൽ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കളുടെ സംതൃപ്തിയുടെ നിലവാരം
90% ഉയർത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഖത്തർ ഉറപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, കൃത്യമായി വിലയിരുത്തുക, പ്രകടനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക, സർക്കാർ സേവനങ്ങളിലെ അനുഭവം മെച്ചപ്പെടുത്തുക എന്നിവയെ അടിസ്ഥാനമാക്കി ഖത്തർ പിന്തുടരുന്ന വ്യക്തമായ സമീപനത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാർ സേവനങ്ങളെയും അവ നൽകുന്ന ഉദ്യോഗസ്ഥരെയും വിലയിരുത്താൻ ഗുണഭോക്താക്കളെ പ്രാപ്തരാക്കുന്ന ഷെയർക്ക് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുവഴി സർക്കാർ സേവനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രൊഫഷണൽ മികവ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അൻവർ പാലേരി, 24 ദോഹ. ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയൻ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഹോവീസ് ബിഷപ്പ് ചെസ് അക്കാദമിയുടെ സഹകരണത്തോടെ ജൂനിയർ റാപ്പിഡ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 200 കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ അണ്ടർ 15 വിഭാഗത്തിൽ ഇവാൻ വർഗീസ് സഞ്ജു, അണ്ടർ 10 വിഭാഗത്തിൽ ശിവാൻഷ് ജോഷി എന്നിവർ ചാമ്പ്യന്മാരായി. അണ്ടർ 15 വിഭാഗത്തിൽ കിഷോർ അരുണഗിരി റണ്ണറപ്പും ശ്രീജിൻ ധനരാജ, ലൈന ആൻഡ് മാത്യു, പ്രിൻസ് ലിവാൻ കരുണനായകെ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ നേടി. അണ്ടർ 10 വിഭാഗത്തിൽ അങ്കിത് അരുൺ റണ്ണറപ്പും എഡ്വിൻ ഇടിക്കുള, മുഹമ്മദ് അസം, ദേവാൻഷ് കുമാർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ നേടി. റിസാല സ്റ്റഡി സർക്കിൾ സൗദി വെസ്റ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന നോട്ടെക് 2025 നവംബർ 14 ജിദ്ദയിൽ നടക്കും. ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പോ, നോട്ടെക് ഷോ, ഐടോക്ക് തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. RSC സംഘടിപ്പിക്കുന്ന നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയുടെ 3ാമത് പതിപ്പാണ് നവംബർ 14 ജിദ്ദയിൽ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ശാസ്ത്ര സാങ്കേതിക മികവുകൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമാണ് എക്സ്പോ. നവീന ആശയങ്ങളും പ്രൊഫഷണൽ രംഗത്തെ സാധ്യതകളും പ്രദർശിപ്പിക്കുന്ന പവലിയനുകൾ, സയൻസ് എക്സിബിഷൻ, ചർച്ച, കരിയർ ഗൈഡൻസ്, പുതിയ പ്രോജക്റ്റുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും അവതരണങ്ങൾ തുടങ്ങിയവ എക്സ്പോയിൽ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിൽ ടെക്നിക്കൽ എക്സ്പോ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള DIY ലാബ് ഉണ്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക തത്വങ്ങളൊക്കെ അനുഭവിച്ചറിയാനുള്ള ഒരവസരമാണ് DIY ലാബിലൂടെ നമ്മൾ ഒരുക്കുന്നത്. ടെക്നോവ എന്ന പേരിൽ ഒരു ടെക്നിക്കൽ തിയേറ്റർ നോട്ടെക്കിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങൾ ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് നോട്ടെക് ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. വൈജ്ഞാനിക സാങ്കേതിക വിദ്യകളിൽ പ്രാഗൽഭ്യമുള്ള പ്രവാസികൾക്ക് നോട്ടെക് അവാർഡ് നൽകും. പങ്കെടുക്കുന്നവർ notecheexpo.com എന്ന വെബ്സൈറ്റ് വഴിയോ 0534103919 എന്ന സൗദി നമ്പറിൽ വിളിച്ചോ രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ഖത്തറിലെ കോൺഗ്രസ് അനുഭാവ സംഘടനകൾക്കിടയിലെ ഭിന്നിപ്പിന് ഒടുവിൽ പരിഹാരമായി. ഇൻകാസ് ഖത്തർ, OICC ഇൻകാസ് ഖത്തർ എന്നീ പേരുകളിൽ 2 വിഭാഗങ്ങളായി പ്രവർത്തിച്ചിരുന്ന സംഘടനകൾ ഇനി മുതൽ ഒരൊറ്റ സംഘടനയായി പ്രവർത്തിക്കും. പുതിയ ഭാരവാഹികളുടെ പട്ടിക കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുറത്തിറക്കി. 11 വൈസ് പ്രസിഡന്റുമാരും 12 ജനറൽ സെക്രട്ടറിമാരും 16 സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന ജംബോ കമ്മിറ്റിയാണ് പുതുതായി നിലവിൽ വന്നത്. കഴിഞ്ഞയാഴ്ച KPCC ഭാരവാഹികൾ ഖത്തറിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കോൺഗ്രസ് അനുഭാവികളുടെ സംഘടനകൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ധാരണയായത്. ഏഷ്യയിലെ ആദ്യ നാനോസ്കോപ്പിക് ACL മെനിസ്കസ് ശസ്ത്രക്രിയ നടത്തി കൊച്ചി VPS ലേക്ഷോർ ആശുപത്രി. കായിക താരങ്ങൾ ഉൾപ്പെടെ സന്ധി സംബന്ധമായ പരിക്കേൽക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതാണ് VPS ലേക്ഷോറിന്റെ ഈ ചരിത്ര നേട്ടം. മെനിസ്കൽ ACL പരിക്ക് പോലുള്ള കാൽമുട്ട് പ്രശ്നങ്ങൾ വളരെ കൃത്യതയോടെ കാണാനും ചികിത്സിക്കാനും നാനോസ്കോപ്പ് സംവിധാനം ഡോക്ടേഴ്സിനെ സഹായിക്കും. സൂചിയുടെ മാത്രം വലുപ്പത്തിലുള്ള ഒരു ദ്വാരത്തിലൂടെയാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദന കുറവായിരിക്കുമെന്നതും സാധാരണ ജീവിതത്തിലേക്ക് അതിവേഗം മടങ്ങാനാകും എന്നതും സവിശേഷതയാണ്. രോഗീ പരിചരണത്തിൽ മികച്ച ഫലങ്ങൾ നൽകുന്നതിന് ലോകത്ത് ലഭ്യമായ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളെ അവതരിപ്പിക്കുന്നതിൽ VPS ലേക്ഷോർ എന്നും മുന്നിലാണെന്ന് മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റിയെ സൊഹ്റാൻ മംദാനി നയിക്കാൻ സാധ്യതയേറി. ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലം നാളെ അറിയാം. അഭിപ്രായ വോട്ടെടുപ്പിൽ എതിരാളിയേക്കാൾ 14.7% ലീഡാണ് ഇന്ത്യൻ വംശജനായ മംദാനിക്കുള്ളത്. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സൊഹ്റാൻ മംദാനി മാറിയത്. ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുക എന്നതാണ് മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതിനായി മംദാനി മുന്നോട്ടുവച്ച ആശയങ്ങൾ വമ്പൻ ജനപിന്തുണ നേടി.
പുരോഗമനവാദി എന്ന നിലയിലും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തനായ എതിരാളി തന്നെയാണ് സോറാൻ മംദാനി. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ധനസഹായം വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അതിന് തെളിവാണ്. ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റായി സ്വയം വിശേഷിപ്പിക്കുന്ന മംദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് കടന്നാക്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. My friends, we have done it. ഇൻഡോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായകയായ മീര നയ്യരുടെയും അക്കാഡമിഷ്യനും എഴുത്തുകാരനുമായ മെഹ്മൂദ് മംദാനിയുടെയും മകനായ മംദാനി യുഗാണ്ടയിലാണ് ജനിച്ചത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാനുള്ള SSK ഫണ്ടിന്റെ ആദ്യ ഗഡു ലഭിച്ചു. കേരളം സമർപ്പിച്ച 109 കോടി രൂപയിൽ 92 കോടി 41 ലക്ഷം രൂപയാണ് ലഭിച്ചത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തുകയാണ് അനുവദിച്ചത്. നോൺ റിക്കറിംഗ് ഇനത്തിൽ ഇനി 17 കോടി രൂപ ലഭിക്കാനുണ്ട്. സംസ്ഥാനത്തെ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച തുകയാണ് കേന്ദ്രം കൈമാറിയത്. കേരളത്തിന് നൽകാനുള്ള SSA ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. തടഞ്ഞുവച്ച ഫണ്ട് നൽകുമെന്ന് ASG വഴിയാണ് അറിയിച്ചത്. നിയമനം നടത്താനാകാത്തത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവച്ചത് മൂലമാണെന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. PM ശ്രീ വിവാദം ചർച്ചയാക്കി ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൌൺസിൽ. ഭൂരിഭാഗം അംഗങ്ങളും നേതൃത്വത്തെ അഭിനന്ദിച്ചെങ്കിലും നേട്ടത്തിൽ അഹങ്കരിക്കേണ്ടതില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ചർച്ച കൂടാതെ ഒപ്പിട്ടതിൽ കഴിഞ്ഞ ദിവസം നടന്ന CPIM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നു. വീഴ്ച സംഭവിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മതിച്ചു. പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനുള്ള നടപടികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 24 ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. CPIM സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുന്നതാണ് PM ശ്രീ വിവാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു. ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റസമ്മതം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടിക്രമം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ദോശ ചുടുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കത്തയക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിലെ നേട്ടത്തിൽ അഹങ്കരിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ബിനോയ് വിശ്വം മറുപടി നൽകി. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്യൂമറേഷൻ ഫോം നൽകി. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാർ ഇത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. കണ്ണൂരിൽ എഴുത്തുകാരൻ T പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം നൽകി. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഫോം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാടിന്റെ നന്മയ്ക്കെന്ന് നടൻ മധു. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. SIR-നെ എതിർക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി ഇങ്ങനെ: SIR എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിന്റെ ഒരു ശുദ്ധീകരണമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLO-മാർക്ക്
1 മാസം പൂർണ്ണമായി SIR ഡ്യൂട്ടിയായിരിക്കും. BLO മാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരടു പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24 തിരുവനന്തപുരം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവും നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനമെന്ന് BJP നേതാക്കൾ പരിഹസിച്ചു. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻമാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. 1 കിൻഡൽ നെല്ലിന് 300 രൂപയും 1 കിൻഡൽ ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമെ നൽകുമെന്നും മഹാസഖ്യത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിൽ ആഞ്ഞടിക്കുന്നത് NDA സുനാമിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രാഹുൽ ഗാന്ധി ദുശ്ശകുനമാണെന്നും അധിക്ഷേപ പരാമർശം. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. അവശതകൾ പ്രകടമാണെങ്കിലും വിശ്രമത്തിന് അവധി നൽകി ലാലു പ്രസാദ് യാദവ് അവസാന ലാപ്പിൽ പ്രചാരണത്തിനായി കാര്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തേജസ്വി യാദവ് നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാജ് ചൌധരി, മൈഥിലി ഠാക്കൂർ തുടങ്ങി പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. നവംബർ 11-നാണ് ശേഷിച്ച 122 സീറ്റുകളിൽ വോട്ടിംഗ് നടക്കുക. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയാകും. ഭരണം ഉറപ്പെന്നാണ് AK ഹഫീസിന്റെ പ്രതികരണം. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോട്ടയത്ത് LDF UDF മുന്നണികൾക്കുള്ളിൽ തർക്കമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. വിജയം സുനിശ്ചിതമെന്നും 25 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലെ അഴിമതി തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പിനെ നേടുമെന്നും AK ഹഫീസ് 24നോട് പറഞ്ഞു. പ്രാവശ്യം നല്ല പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ജനങ്ങൾ, 25 വർഷക്കാലം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷക്കാലം മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ കൊല്ലം നഗരത്തിലാണ് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൊട്ട് നിലയിൽ എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനം, അത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. 10 സീറ്റുകളിൽ RSPയാണ് മത്സരിക്കുന്നത്. അതേസമയം കോട്ടയത്ത് സീറ്റ് വിഭജനം മുന്നണികൾക്ക് കീറാമുട്ടിയെ തുടരുകയാണ്. ഒരു സീറ്റ് അധികമായി വന്നതോടെ ഈ സീറ്റിനെ ചൊല്ലിയാണ് ഇരു മുന്നണികളിലെയും തർക്കം. 24 കൊല്ലം. കേരള സമാജം നൈജീരിയ മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ആഘോഷം സംഘടിപ്പിച്ചു. കേരള സമാജത്തിന്റെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. കേരള തനിമ വിളിച്ചറിയിക്കുന്ന കലാപ്രകടനങ്ങളും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. മഹിളാ സമാജം സെക്രട്ടറി തുഷാര ശ്രീരാജ്, ജോയിന്റ് സെക്രട്ടറി ഇന്ദു സുനിൽ എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.